അതേ പകർന്നു, അതേ സംസാരിപ്പാനിടയായി. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് വിളിക്കകത്തെ ഏറ്റവും വലിയൊരു വിടുതൽ എന്ന് പറയുന്ന ദൈവ സാന്നിധ്യമാണ്. നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നമ്മുടെ വിടുതൽ എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹവും ദൈവ സാന്നിധ്യമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നിനും ഒരു കുറവില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ ദൈവ സാന്നിധ്യം നമ്മളിൽ നിൽക്കാൻ, ഇപ്പൊ പാസ്റ്റർ ഫിലിപ്പ് ജോർജിനോട് കൂടെ നടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യെ പിടിച്ച് എന്ത് ചെയ്താൽ മതി? കൂടെ തന്നെ നടന്നാൽ മതി. നീ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കണ്ട് അദ്ദേഹത്തിന്റെ കൂടെ എന്ത് ചെയ്യാം? നടക്കാം. ബുദ്ധിമുട്ടില്ല. ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ അക്ഷരീകമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? കാണാം, നമുക്ക് അനുഭവിക്കാം. എന്നാൽ അക്ഷരീയ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ദൈവത്തോടു കൂടെ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു മനുഷ്യനും ദൈവത്തോട് എങ്ങനെ ഒരുമിച്ച് നടക്കാൻ പറ്റും? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിനാണ് ഹല്ലേലൂയ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ കാണാത്തത് എന്താ ഉള്ളത്? കാണാത്ത എന്തിനേലും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള, നമ്മളിൽ ഇല്ലെങ്കിൽ എവിടെങ്കിലും ഒന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ചിത്രത്തിലൂടോ ഏതിലേക്കൂടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. എന്നാൽ കാണാതെ നമുക്ക് ഉറപ്പുള്ള ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, അത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത് എൻ്റെ അമ്മയാണ്. എന്നെ ഏറ്റവും ആഴമായി നിർവ്യാജ്യമായി സ്നേഹിച്ചത് അമ്മയാണ്. അപ്പൻ നമ്മളെ കരുതിയ ആളാ, സ്നേഹിച്ച ആളാ. ഹല്ലേലൂയ. ഭാര്യ, ഹല്ലേലൂയ, എന്നും ആത്മാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്ന ഭാര്യ, അല്ലെ ഭർത്താവ്, അല്ലെ മക്കൾ, ഹല്ലേലൂയ, ഇവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ അമ്മയെക്കാളും അപ്പനേക്കാളും, ഹല്ലേലൂയ, ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും മക്കളെക്കാളും, ഹല്ലേലൂയ, കാണപ്പെട്ട ഇവരെക്കാളെല്ലാം നമ്മുടെ ചങ്കിനകത്ത് ഉറപ്പുള്ള ആരെയാണെന്നറിയാമോ? ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, ഹല്ലേലൂയ, കണ്ടവരെക്കാൾ. അങ്ങനാണോ? കണ്ടവരെക്കാൾ, ഹല്ലേലൂയ, 100% അകത്ത് ഉറപ്പുള്ളത് ഇതുവരെ കാണാത്ത ദൈവത്തെ. ആ സാധനത്തിന്റെ പേരാണ് വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും നാം വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പൊ ദൈവത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ എന്തോ കിട്ടും? പ്രതിഫലം കിട്ടും. അത് നമ്മുടെ വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസമാണ് നമ്മെ ആ ലെവലിൽ ദൈവവുമായിട്ട് ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്? ഈ നടത്തുന്നത്. യുക്തിയിൽ നിങ്ങളെ ദൈവത്തെ ഒരുമിച്ച് നടത്തുന്നത് നിങ്ങളുടെ വിശ്വാസം. അങ്ങനാണെങ്കിൽ പിശാച് ഏറ്റവും കൂടുതൽ പോരാടുന്നത് എവിടാന്നറിയാമോ? എവിടെ ആയിരിക്കും? വിശ്വാസത്തിലായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 8-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കർത്താവ് പറയുന്നത്, മനുഷ്യപുത്രൻ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ ഹല്ലേലൂയ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസിയെ കണ്ടെത്തുമോ എന്നല്ല, കർത്താവ് തന്നെ പറയുന്നത് കർത്താവിന്റെ വരവിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു അപകടം വിശ്വാസത്യാഗമാണ്. അപ്പൊ ശത്രു എന്തിനോടാ പോരാടുന്നേ? എന്റെ കർത്താവിന് ഞാനല്ല വലുത്, കർത്താവിന് വലുത് എന്റെ അകത്തുള്ള വിശ്വാസം. ഈ സാധനമില്ല, ഞാനും കർത്താവുമായിട്ട് എന്തില്ല, ഒരു കണക്ഷനും ഇല്ല. എന്നെ കർത്താവിനെ കൂടെ കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്
വിശ്വാസമാണ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, ഒരിക്കൽ പത്രോസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇതിൽ കൂടിയ സാക്ഷിയൊന്നുമില്ലല്ലോ, നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ല പറഞ്ഞു. പത്രോസ് ഒരു യോഗത്തിന് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, ഞാൻ ഈ കർത്താവിന് വേണ്ടി മരിക്കാൻ റെഡിയാണ്, ഞാൻ മരിക്കാൻ പോവാ. അന്നേരം കർത്താവ് എന്നാ പറഞ്ഞേ? കർത്താവ് പറഞ്ഞു, മക്കളെ ആ സാക്ഷിയൊക്കെ പറയാൻ വരട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു മുറവും കൊണ്ട് ഒരാൾ നിന്റെ വീട്ടിലോട്ട് വന്നു. ഹല്ലേലൂയ. നിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ കണ്ടു, ഇവൻ നിന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടു. ഞാൻ പറഞ്ഞു, അവന്റെ ഗേറ്റിനകത്ത് എന്ത് ചെയ്തേക്കരുത്, കേറിപ്പോയേക്കരുത്. ഹല്ലേലൂയ. മറ്റൊന്നും കൊണ്ടല്ല. ഹല്ലേലൂയ. ഞാൻ എന്തിനാ തടുത്തേന്നറിയാമോ? ഹല്ലേലൂയ. അവൻ കയറി ഒന്ന് പാറ്റിയാൽ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടല്ലോ, നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസം, അത് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട്, അത് പോയാൽ പിന്നെ ഞാനും നീയുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് നിന്റെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ നീ അറിയാതെ ഞാൻ അവനെ വഴിയിൽ തടുത്തു. എന്റെ ദാസനെ, എന്റെ ദാസിയെ നീ എന്ത് ചെയ്തേക്കരുത്. അപ്പൊ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കഴിവല്ല, നമ്മുടെ പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ നമ്മുടെ വിശ്വസ്തതയല്ല, അല്ലെങ്കിൽ നമ്മെ സംരക്ഷിക്കുന്ന ഒരുവൻ ഉള്ളത് കൊണ്ടാ. എത്ര പ്രാവശ്യം അവൻ നിനക്കെതിരെ വന്നതിനെ തടുത്തെന്നറിയാമോ? നിന്റെ വിശ്വാസം ചോദ്യം ചെയ്യാൻ വന്ന ശത്രുവിന്റെ പദ്ധതിയെ എത്ര പ്രാവശ്യം എന്റെ കർത്താവ് തടുത്തെന്നറിയാമോ? അവനോടുള്ള എന്റെ ഏറ്റവും വലിയ ഹല്ലേലൂയ സ്നേഹം എന്ന് പറയുന്നത്, എന്നെ നിർത്തിയിരിക്കുന്നത് അവന്റെ കൃപയാണ്. എന്റെ കൃപയാണ് എന്നെ ചെയ്തിരിക്കുന്നത്. എന്നാ നോക്കിക്കേ, വേറൊരാളെ തിരക്കി വന്നു. അവനെ പിശാച് കർത്താവിന്റെ അടുക്ക വന്നോണ്ട് ചോദിച്ചു, നീ എന്റെ ദാസനായ യോബിന്റെ മേൽ ഇട്ടുവെച്ചോന്ന് ചോദിച്ചു. ഉണ്ണയവൻ പറഞ്ഞു, ഹല്ലേലൂയ, എങ്ങനെ തിട്ടുവെക്കാനോ, നീ അവന്റെ ചുറ്റും എന്ത് ചെയ്തിരിക്കുക. ദൈവമൊക്കെ നമ്മളെ എങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും കർത്താവ് എന്ത് ചെയ്തിരിക്കുക. നീ പട്ടണത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോ നിനക്ക് ചുറ്റും, നിന്റെ വണ്ടിക്ക് ചുറ്റും, ഹല്ലേലൂയ, നിന്റെ തലമുറയ്ക്ക് ചുറ്റും, നിന്റെ ഭവനത്തിന് ചുറ്റും എന്തോ ഉണ്ട്. ഒരു വേലിയുണ്ട്, പിശാച് കടക്കാത്തൊരു വേലിയുണ്ട്. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഗ്യാരണ്ടി എന്താ, ഇതിൽ കൂടുതൽ ഉറപ്പെന്താ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഉടനെ തമ്പുരാൻ പറഞ്ഞു, ഞാനതങ്ങ് പൊളിച്ചു തന്നേക്കാന്ന് പറഞ്ഞു. പക്ഷെ നീ അവന്റെ പ്രാണനെ മാത്രം. അപ്പൊ ദൈവത്തിനൊരു ഉറപ്പുണ്ട്. എന്താ? ഇവൻ എന്നെ എന്ത് ചെയ്തില്ല, ഇവന്റെ വിശ്വാസം ചുമ്മാതൊന്നും പറഞ്ഞ് പോകുന്ന കാര്യമല്ല. അതുകൊണ്ടാ ഹല്ലേലൂയ പിശാചിന്റെ സകല പദ്ധതിയും ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ഇയ്യോബ് എന്തോ പറഞ്ഞേ, നീ പ്രാണനെ എടുക്കല്ലെന്നല്ലയോ തമ്പുരാൻ പറഞ്ഞ്, നീ പ്രാണനെ എടുത്താലും ഞാൻ അവനെ വിട്ടെന്ത് ചെയ്യത്തില്ല. ഓരോരുത്തരുടെയും ലൈഫിൽ ദൈവപ്രവൃത്തി നടക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ മഹത്വമാണ്, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ടാ ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണമേ, ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥന തീരുമ്പോൾ നമ്മുടെ വിശ്വാസമൊക്കെ എന്താകണം, വർദ്ധിക്കണം, ശക്തിമത്താകണം. ഹല്ലേലൂയ. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി ആയിരിക്കും പിന്നെ നടക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവപൈതൻ. അതുകൊണ്ടാണ് ഇയ്യോബിന്റെ എല്ലാം പോയില്ലേ, ഇനി വല്ല പോകാനുണ്ടോ? പക്ഷെ പിന്നീട് പറയുന്ന അവന്റെ പിൽക്കാലത്തെ മുൻകാലത്തെക്കാൾ ഇരട്ടി, പണ്ട് അവൻ ഉണ്ടായിരുന്നതിന്റെ നേരെ ഇരട്ടി. അല്ലെങ്കിൽ പിന്നീട് അവൻ എന്ത് ചെയ്തു, ദൈവം നൽകി. ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണെന്നറിയാമോ? ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവത്തോടു കൂടെ നടക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, അവന്റെ വിളിയുടെ ആശയുള്ള ദൈവപൈതന്റെ ജീവിതത്തിൽ വിശ്വാസമാണ് അവനെ കർത്താവിനോട് ചേർത്ത്, യഹോവയോട് ചേർത്ത് നിർത്തുന്നത്. അത് തൊടാനായിട്ട് ഞാനൊരു ഹല്ലേലൂയ ദൈവ മനുഷ്യനെ ബൈബിളിൽ നിന്ന് എടുക്കുകയാണ്. ബൈബിളിൽ ഹല്ലേലൂയ ആദം തുടങ്ങി ഈ ഭക്തന്മാരുടെയൊക്കെ ചരിത്രം എഴുതി തന്നേക്കുന്നത് ഇവരെ കുറിച്ച് പഠിക്കാനൊന്നുമില്ല. മോശ നമ്മളെ പോലെ ഒരു മനുഷ്യനാ, ഏലിയാവ് നമ്മെ പോലെ ഒരു മനുഷ്യനാ, ഹല്ലേലൂയ ഇയ്യോബ് നമ്മളെ പോലെ ഒരു മനുഷ്യനാ, ഹല്ലേലൂയ ഇവരെല്ലാം നമ്മളെ പോലെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഇവരെ കുറിച്ച് പഠിക്കാനല്ല, ഇവരിലെല്ലാം വെളിപ്പെട്ട ഒരാളുണ്ട്. മോശയിൽ വെളിപ്പെട്ട, ഏലിയാവിൽ വെളിപ്പെട്ട, അബ്രഹാമിൽ വെളിപ്പെട്ട, യാക്കോബിൽ വെളിപ്പെട്ട, ഹല്ലേലൂയ പൗലോസിൽ വെളിപ്പെട്ട, പത്രോസിൽ വെളിപ്പെട്ട ഹല്ലേലൂയ ഒരാളുണ്ട്. ഹല്ലേലൂയ അതെന്റെ നാഥൻ. ഹല്ലേലൂയ ആ ആളുമായിട്ടാ എനിക്ക് കണക്ഷൻ, ആ ആളുമായിട്ടാ എന്റെ ബന്ധം. ഹല്ലേലൂയ അപ്പം ഹല്ലേലൂയ പൗത്രോസിനെ അല്ല പഠിക്കുന്നത്,
പത്രോസിൽ വെളിപ്പെട്ട ദൈവത്തെയാ പഠിക്കുന്നത്. യാക്കോബിനെ അല്ല ഞാൻ പഠിക്കുന്ന. യാക്കോബിൽ വെളിപ്പെട്ട ദൈവത്തെ എനിക്ക് അറിയേണ്ടത്. മോശയെ അല്ല എനിക്ക് അറിയേണ്ടത്. മോശയിൽ വെളിപ്പെട്ട ദൈവത്തെ എനിക്ക് അറിയേണ്ടത്. അബ്രഹാമിനെ അല്ല എനിക്ക് അറിയേണ്ടത്. അബ്രഹാമിൽ വെളിപ്പെട്ട ദൈവത്തെ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയാൻ ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. നമുക്കിപ്പം ഹല്ലേലൂയ, എനിക്ക് ഹല്ലേലൂയ പ്രിയ പോളിന്റെ കൂടെ നടക്കണമെന്ന് വെച്ചു. പോളിന്റെ കൂടെ നടക്കണമെങ്കിൽ ഹല്ലേലൂയ ജസ്റ്റ് പോളിനെ ഞാൻ എന്ത് ചെയ്യണം? അറിയണം. അറിയാതെ രണ്ടുപേർ കൂടെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, നടക്കാൻ പറ്റുകയില്ല. പോളിനെ അറിയാമെങ്കിൽ ഹല്ലേലൂയ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യമുണ്ട്, ഇഷ്ടമുള്ള ചില കാര്യമുണ്ട്. അപ്പൊ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്നിൽ ഉണ്ടാകാം. അത് എടുത്തു കളഞ്ഞിട്ട് ഇഷ്ടമുള്ള കാര്യം എന്റെ അകത്ത് ഇട്ടാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പുള്ളിയുടെ കൂടെ എന്ത് ചെയ്യാം? അതിന് ഞാൻ എങ്ങനെ അറിയും? അത് അറിയണമെങ്കിൽ ഇനി ഗസിയായോട് എന്ത് ചെയ്യണം? ചോദിക്കണം. ഗസിയായോട് ചോദിച്ചാൽ അറിയാം പോളിന് ഇഷ്ടം എന്താണ്, ഇഷ്ടക്കേട് എന്താണ്. ഇതിനാണ് ദൈവത്തിന്റെ കൂടെ നിന്ന കുറെ ദൈവമനുഷ്യരുടെ ചരിത്രം നമുക്ക് തന്നേക്കുന്ന. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവത്തെ അറിയാൻ. സത്യത്തിൽ അബ്രഹാം അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ, അബ്രഹാം കൊണ്ടാ അറിഞ്ഞത്. കൂടെ നടന്നപ്പം മുഖം കറുത്തപ്പോ അബ്രഹാമിന് മനസ്സിലായി ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. സന്തോഷത്തോടെ ഡീൽ ചെയ്യുന്ന കണ്ടപ്പോ അബ്രഹാമിന് മനസ്സിലായി ഇത് ദൈവത്തിന്. മറിച്ച് ദൈവത്തിന്റെ കൂടെ നടന്ന മറ്റൊരുവൻ അബ്രഹാമിനുണ്ടായിരുന്നെങ്കിൽ അബ്രഹാം ദൈവത്തിന്റെ കൂടെ നടന്ന് ഹല്ലേലൂയ വന്ന പരാജയം പോലും വരുത്താതെ എന്ത് ചെയ്തേനെ. നമുക്കാണ് എത്ര സാധ്യത ഇല്ലേ? എത്ര പേരെയാ തന്നേക്കുന്ന ദൈവത്തിന്റെ നില മനസ്സിലാക്കാൻ. ഹല്ലേലൂയ ബൈബിൾ വായിക്കുമ്പോൾ, പഴയ നിയമം വായിക്കുമ്പോൾ ഓരോ ഭക്തനിലൂടെ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു കണ്ണ്. ഹല്ലേലൂയ അബ്രഹാമിന്റെ ചരിത്രമല്ല വായിക്കേണ്ടത്. ആ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ദൈവത്തെ അറിയാനുള്ള താല്പര്യമായിരിക്കണം, ദൈവത്തെ ഗ്രഹിക്കാനുള്ള താല്പര്യമായിരിക്കണം, ദൈവത്തെ ഉൾക്കൊള്ളാനുള്ള താല്പര്യമായിരിക്കണം. ആ കണ്ണുകളോടെ എന്റെ പ്രാർത്ഥനാ മുറിയിൽ അബ്രഹാമിനെ ഒന്ന് വിചിന്തനം ചെയ്തപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എനിക്ക് തുറന്നു തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ട് അടുത്ത ചില നിമിഷങ്ങളിൽ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായി എവിടെങ്കിലും ഈ വിഷയം തൊട്ടാൽ ഇതെന്റെ അനുഭവമാണെന്ന് നിങ്ങൾക്ക് ചിന്ത വന്നാൽ ഉടനെ അത് കയറി എന്ത് ചെയ്തേക്കണം, അങ്ങ് പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അത് ദൈവത്തിന്റെ ആത്മ. നമുക്കറിയാം ഈ അബ്രഹാമിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി 11-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ. എന്നാൽ അതിന്റെ ബാക്കിൽ ഒരു ചരിത്രമുണ്ട്. അത് ഉൽപ്പത്തിക്കകത്ത് പറഞ്ഞിട്ടില്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: തേരക തന്റെ പുത്രനായിരിക്കുന്ന അബ്രഹാമിനെയും തന്റെ മരുമകൾ സാറായിയെയും തന്റെ സഹോദര പൗത്രൻ ലോത്തിനെയും കൂട്ടി ഹാരാനിൽ വന്ന് എന്ത് ചെയ്തു? ഊരിൽ നിന്ന് ഹാരാനിൽ വന്ന് പാർത്തു. അവിടെ വെച്ച് അവൻ ദർശനം പ്രാപിച്ച് അവിടുന്ന് പോകുന്ന ഒരു ചരിത്രമാണ് കാണുന്നത്. പക്ഷെ സ്തേഫാനോസ് ഇതേ ചരിത്രം പറയാൻ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: ഹല്ലേലൂയ നമ്മുടെ പൂർവ്വപിതാവായിരുന്ന അബ്രഹാം ഹാരാനിൽ വന്നു പാർക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നു? മെസൊപ്പൊത്താമിയയിലായിരുന്നു. അവിടെ വെച്ച് തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷ. എവിടെ വെച്ചാ? മെസൊപ്പൊത്താമിയയിൽ വെച്ച്. മെസൊപ്പൊത്താമിയയുടെ പ്രത്യേകത അവിടെ ദൈവങ്ങൾ ഇഷ്ടം പോലുണ്ട്. ഹല്ലേലൂയ. അവിടെ അതേ ചരിത്രം പറയുന്നത് അബ്രഹാമിന്റെ പിതാവ് ഒരു ദൈവങ്ങളുടെ ഹോൾസെയിൽ വിൽപ്പനക്കാരനായിരുന്നു. തന്റെ മകനായി ജനിച്ച് അതുമായി ബന്ധപ്പെട്ട് നിന്ന അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവങ്ങളെ കുറിച്ചുള്ള നല്ല അറിവുണ്ട്. അബ്രഹാമിന് മനുഷ്യനേക്കാൾ അറിവ് ആരെ കുറിച്ചാ? ദൈവങ്ങളെ കുറിച്ച്. അപ്പൊ ദൈവങ്ങളുടെ സ്വഭാവം അറിയാം, അവയിൽ എന്ത് കിട്ടുമെന്നറിയാം, എല്ലാം അറിയാം. ഈ ദൈവങ്ങളെ ബിസിനസ് ചെയ്യുന്ന അബ്രഹാമിന്റെ അടുക്കൽ ഇതാ ഒരു ദൈവം കയറി വരുന്നു. ആ ദൈവം വന്നിട്ട് അബ്രഹാമുമായി സംഭാഷിക്കുക. നിങ്ങൾ ഓർക്കണം, ഈ പുതിയൊരു ദൈവം കയറി വരുമ്പോൾ അബ്രഹാമിന് ബിസിനസ്സുകാരനായതുകൊണ്ട് സ്വീകരിക്കുന്നതിന് എന്തില്ല? തടസ്സമില്ല. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ദൈവങ്ങളെ നന്ന് പറയുമ്പോൾ ഈ ദൈവങ്ങൾക്കുള്ള പ്രത്യേകത, കൃഷി കൊടുക്കുന്ന ദൈവമുണ്ട്, മക്കളെ കൊടുക്കുന്ന
ദൈവമുണ്ട്, ഐശ്വര്യം കൊടുക്കുന്ന ദൈവമുണ്ട്. അപ്പൊ അന്ന് ഡിപ്പാർട്ട്മെന്റ് ബേസിൽ ദൈവം ബ്ലെസ്സിംഗ് കൊടുക്കുന്ന ആളാ. അപ്പം കൃഷി ഇറക്കിയാൽ ആ സമയത്ത് വന്ന് കൃഷിദേവൻ എന്ത് ചെയ്യും? വാങ്ങിച്ചോണ്ട് പോകും. അത് പിള്ളേരില്ലാത്തവര്, മക്കളില്ലാത്തവര് വന്ന് ആരെ വാങ്ങിച്ചോണ്ട് പോകും? കൃഷിദേവനെയല്ല വാങ്ങിക്കുന്നത്, മക്കളെ കൊടുക്കുന്ന ദൈവത്തെ എന്ത് ചെയ്യും? അപ്പൊ ഓരോരുത്തരും അവരുടെ ആവശ്യം അനുസരിച്ച് വന്ന് ദൈവങ്ങളെ എന്ത് ചെയ്യുക? വാങ്ങിച്ചോണ്ട് പോകുക. അപ്പൊ ഇവർക്കറിയാം ഈ ദൈവത്തിന്റെ പ്രത്യേകത എന്താ? വല്ലതും തരുന്ന ആൾ. ഇതാണ് അപ്പം ദൈവം എന്ന് പറയുമ്പോൾ ഉള്ള ചിന്ത, വല്ലതും തരുന്ന. അപ്പൊ ഈ പുതിയതായി കേറി വന്ന ദൈവം കേറി വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഈ അബ്രഹാം എന്തായിരിക്കും ചിന്തിക്കുക? മക്കളെ തരുന്ന ആളുണ്ട്, കൃഷി തരുന്ന ആളുണ്ട്, ഇന്നത് തരുന്ന ആളുണ്ട്. ഇനി ഇപ്പൊ വന്നാൾ എന്നാ തരുന്നയാളാ. പക്ഷേ ഈ കേറി വന്ന ആള് തരാമെന്നല്ല പറഞ്ഞേ. നീ നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും എന്ത് ചെയ്യണം? വിടണം. തരാമെന്നല്ല പറയുന്നത്, പക്ഷെ നീ എന്ത് ചെയ്യണം? വിടണം. അപ്പൊ തരാമെന്ന് പറയാതെ വിടണമെന്ന് പറഞ്ഞപ്പോ തരുമെന്ന് പറഞ്ഞിരുന്നിടത്ത് ഒരാള് മൊത്തം അങ്ങ് വിട്ടു. അപ്പൊ അതിനകത്ത് എന്തോ ഒരു പവർ ഇല്ലേ? ഒറ്റ നിമിഷം കൊണ്ട് തരുന്ന ദൈവങ്ങളുടെ നടുവിൽ വെച്ച് അവരെ മുഴുവൻ വിട്ടിട്ട്, ഹല്ലേലൂയ, ഒന്നും തരാമെന്ന് പറയാത്ത ഒരാളുടെ പുറകെ ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം മുഴുവൻ കാണിക്കണമെങ്കിൽ അവന്റെ ലൈഫിൽ എന്തോ വ്യത്യാസം, അപ്പൊ അവനിൽ എന്തോ മാറ്റം. അപ്പൊ ഈ വന്ന ദൈവം ടോട്ടലി വ്യക്തിത്വത്തെ മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇനി അതിന്റെ പ്രത്യേകത ഞാൻ പറയാം. ഹല്ലേലൂയ. ഈ വന്നയാൾ എവിടെങ്കിലും ഇരിക്കുന്ന ആളല്ല, ഇവന്റെ ചങ്കിനകത്ത് കയറിയിരുന്ന് ഈ മനുഷ്യനെ നടത്തുന്നയാളാ. ഈ വന്ന ആള് പറഞ്ഞു, നിനക്ക് ഞാൻ ഇന്നത് തരാമെന്നല്ല പറയുന്നത്, നീ ചിലത് വിട്ടേടെ, ഇനി നിന്റെ ഫുൾ കൺട്രോള്. നീ ഇനി ഒരു സാധനത്തിന് അങ്ങോട്ടും അടുത്ത സാധനത്തിന് ഇങ്ങോട്ടും അടുത്തതിന് വേറൊരിടത്തോട്ടും നീ പോകണ്ട. ഹല്ലേലൂയ. നീ എന്നോടങ്ങ് കൂടിക്കോ. ഇനി നിന്റെ ഏറ്റു ഇസഡ് ഞാൻ ഏറ്റു. മനസ്സിലായോ? ഒന്ന് ഇന്നത് തരാമെന്നല്ല, എന്റെ കൂടെ വന്നാൽ നിനക്കൊന്നിനും ഒരു കുറവും വരികയല്ല. നീ ഒന്നുകൂടെ പറഞ്ഞാൽ, ഹല്ലേലൂയ, ഞാൻ പറയാം, നമ്മൾ അതേ ഒരു വാഹനം, നമ്മുടെ വാഹനം തമ്പുരാൻ, എന്റെ ലൈഫ് ആകുന്ന വാഹനത്തിലേക്ക് എന്റെ തമ്പുരാൻ കയറിയാൽ, ദൈവത്തിന് സ്തോത്രം. അവൻ ഇപ്പൊ ഞാൻ വരികയാണെങ്കിൽ, ഇപ്പൊ പാസ്റ്റർ എന്നെ കൊണ്ടുവരുമ്പോൾ പാസ്റ്ററിന്റെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് എനിക്ക് എന്ത് ചെയ്യും? തരും. ഞാൻ അവിടെ ഇരുന്ന് ഇവിടെ വന്നപ്പോഴെല്ലാം യാത്ര ചെയ്തു. ഇന്നും എന്നെ കൊണ്ട് ഹല്ലേലൂയ ഉണർവ് നടന്ന സ്ഥലത്തൊക്കെ പോയി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ നിമിഷമായിരുന്നു. UK എത്തുമ്പോൾ എനിക്ക് അവിടെ പോകാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. പക്ഷേ ഇന്ന് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ജീവിതത്തിലുണ്ടായി. ഒരു കാലത്ത് പഠിച്ചിരുന്ന ഉണർവ് നടന്ന സ്ഥലം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ആ സീറ്റിലിരുന്ന് യാത്ര ചെയ്താൽ സന്തോഷമാണ്. പക്ഷെ ഇനി ദൈവമാണെങ്കിലോ, നമ്മളൊരു പുതിയ കുഷിയനും ഒരു പുതിയ ടർക്കിയൊക്കെ ഇട്ടിട്ട് ഹല്ലേലൂയ തമ്പുരാനോട് പറയും, നീ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പറയും, ഞാൻ അവിടെ ഇരിക്കുകയില്ല, ഈ വണ്ടിക്കകത്ത് ഞാൻ ഒറ്റ സീറ്റിലേ ഇരിക്കൂ. അതേതാണെന്നറിയാമോ? ആ ക്ലച്ചും ആ ബ്രേക്കും ആ സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും ഉള്ള ഒരു സീറ്റ് ഉണ്ടല്ലോ, ആ ഒറ്റ സീറ്റിലേ ഞാൻ ഇരിക്കൂ. ഈ കുഷിയനിട്ട, ഈ ടർക്കി ഇട്ട ആ ഷീറ്റിനകത്ത് എന്റെ കുഞ്ഞ് കയറിയിരുന്ന് എന്ത് ചെയ്തു? ഉറങ്ങിക്കോ. എങ്ങനാ പോന്നെന്ന് നീ അറിയണ്ട, എതിലേക്കൂടെ പോന്നെന്ന് നീ അറിയണ്ട, ഈ റോഡിന്റെ ദുർഘടം നീ എന്ത് ചെയ്യണ്ട, അറിയണ്ട. നീ ചെല്ലേണ്ട നിന്റെ യഥാർത്ഥ സ്ഥലമുണ്ടല്ലോ, ഹല്ലേലൂയ, നിന്റെ ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, ഗ്ലോറി, അത് മാത്രം നീ ഓർത്താ മതി. അവിടെ കൊണ്ടെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ അങ്ങനൊരു ദൈവം ലൈഫിലുണ്ടോ? ഡെസ്റ്റിനേഷൻ വരെ
അങ്ങനെ ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ ലൈഫിലേക്ക് ഇറങ്ങി വരട്ടെ. അങ്ങനെ ഒരു ദൈവം നിന്നെ നടത്താൻ ഇതിനകത്ത് ചലിക്കട്ടെ. അങ്ങനെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഈ സഭയെ കൺട്രോൾ ചെയ്യട്ടെ. ചിലരുടെ കുടുംബ ജീവിതത്തിലേക്ക് ആ ദൈവം ഇറങ്ങി വരട്ടെ. ചിലരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ആ ദൈവം ഇറങ്ങി വരട്ടെ. ഇത് ഇറങ്ങി വരുന്നതുണ്ടല്ലോ വിശ്വാസത്തിന്റെ തലത്തിലൂടെ ഇറങ്ങി വരുന്നത്. അതിനെ നടത്തുന്ന നീ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തിനെ എത്തിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത്? കർത്താവേ, ഇതെങ്ങനെ തരണം ചെയ്യും? ഈ വിഷയത്തെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഇത് എങ്ങനെ ഞാൻ ഈ ദിവസങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കാൻ കാരണം ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഡ്രൈവിംഗ് എന്റെ കയ്യില, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഇപ്പോഴും ആരുടെ കയ്യില? വിട്ടുകൊടുക്കുന്നേ. അത് വിശ്വാസത്തിന്റെ തലം. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലെ 1-ാം തലമുറയിലെ ദൈവമക്കൾക്ക് നമ്മൾക്കുള്ള ഒന്നുമില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ? നമുക്കുള്ള ഒന്നുമില്ലായിരുന്നു. അവരുടെ കയ്യിൽ ഒറ്റ കാര്യമേ ഉള്ളായിരുന്നു. അവർ സേവിക്കുന്ന ഒരു ദൈവം മാത്രം. അപ്പോൾ ഇന്നൊരു സാക്ഷ്യം പറഞ്ഞല്ലോ. അല്ലെങ്കിൽ ഇവിടുന്ന് യാത്ര ഇരിക്കുമ്പോ 25,000 രൂപയേ ഉള്ളായിരുന്നു. ഒരു കല്യാണം നടത്തണമെങ്കിൽ അതിന്റെ പിന്നിലെ ആവശ്യം. പക്ഷെ എവിടെയോ ഇരുന്നൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ബാങ്കിൽ കിടന്ന പണം തന്റെ അക്കൗണ്ടിൽ എത്തിയത്, അല്ലെങ്കിൽ അതിന്റെ നടുവിൽ മീഡിയേറ്ററായി, അതിന്റെ നടുവിൽ ഞാൻ പറയുന്നു, അല്ലെങ്കിൽ ഇന്ന് എനിക്കും നിനക്കും വേണ്ടി ഒരുവൻ നമ്മുടെ നടുവിലുണ്ടെങ്കിൽ നീ ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ട, നീ ആരോടും ചോദിക്കണ്ട, ഒരു റെക്കമെൻഡേഷന് വേണ്ടി നീ ഓടണ്ട. ഇന്ന് ഇന്ന് രാത്രിയിലും എന്നെ നിന്നെ കൺട്രോൾ ചെയ്യാൻ അത് കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവമക്കളെ, നമ്മുടെ ലൈഫ് ഒന്നും തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടുകാരല്ല. നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്ന നമ്മുടെ രക്തബന്ധങ്ങളല്ല. നമ്മുടെ ലൈഫ് തീരുമാനിക്കുന്നത് നമ്മെ അറിയുന്നവരാരുമല്ല. നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ വിധിയെടുത്ത് നടത്തുന്ന ഒരാൾ ഉയരത്തിലാണ് ഉള്ളത്. സത്യം പറഞ്ഞ ഞാനൊക്കെ ഹല്ലേലൂയ PDCക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഹല്ലേലൂയ ഞാൻ എൻ്റെ 10th പഠിക്കുമ്പോൾ 15 പൈസ എനിക്ക് പുനലൂര് നിന്ന് ഏതാണ്ട് 12-ലധികം കിലോമീറ്ററുള്ള വിളക്കോട്ടത്തെത്താൻ 15 പൈസ അന്നത്തെ വണ്ടി. പക്ഷെ ആ പൈസ ഇല്ലാഞ്ഞിട്ട് നമ്മൾ എങ്ങനെ പോയി? നടന്നാ പോയി. 15 പൈസ 15 പൈസ ഇല്ലാത്തതുകൊണ്ട് നടന്നാ പോയി. ഹല്ലേലൂയ. ഈ പുനലൂരിന് അപ്പുറത്തൊരു സ്ഥലം 10-15 വയസ്സുള്ള സമയത്ത് സ്വപ്നം കാണാൻ ഒക്കത്തില്ല. എങ്ങനെ? പുനലൂരിന് അപ്പുറത്തൊരു സ്ഥലം എനിക്ക് കാണാൻ ഒക്കുമെന്ന് ഞാൻ എന്ത് ചെയ്ത? 15ാമത്തെ വയസ്സിൽ സ്വപ്നം കാണാൻ ഒക്കത്തില്ല. സ്വപ്നം ആർക്കും എവിടെയും കണ്ടുകൂടെ? പക്ഷെ അന്ന് സ്വപ്നം പോലും കാണാനൊക്കത്തില്ല. അല്ലെങ്കിൽ ആദ്യമായിട്ട് തിരുവല്ലയിലേക്ക് വരുന്നത് ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ ഒരു പാസ്റ്റർ കൈക്ക് പിടിച്ചുകൊണ്ടിരുന്നു. അല്ല, എങ്ങനെ പോകുമെന്ന് ചോദിച്ചാൽ പേടിച്ചിരിക്കുക. ബസ്സേ കയറി അവിടെ വരെ പോകുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. കുറച്ച് അമ്മച്ചിമാര്, ചർച്ചിലുള്ള കുറച്ച് അമ്മച്ചിമാര്, അവര് 10 രൂപ 5 രൂപ ഇതൊക്കെ തന്ന ആ പൈസയും കൊണ്ട് ടിക്കറ്റ് എടുത്താ തിരുവല്ലായി വന്നിറങ്ങിയത്. പക്ഷേ ചില വർഷം കഴിഞ്ഞപ്പോ എന്റെ തലമുറ അതെ പഠിച്ചത്, അവന് BSc സൈക്കോളജിക്ക് പഠിച്ചത് പാലായില്ല. പക്ഷേ പുള്ളി എക്സാം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം അവന്റെ അടുത്ത പഠനത്തിന് അവൻ പോയത് സാന്റാമോണിക്കയുടെ ഓഫീസിലാണ് പോയത്. എന്നോട് ചോദിക്കാതെ പറഞ്ഞു മനസ്സിലായി. സാന്റാമോണിക്കയുടെ ഓഫീസിൽ ചെന്നിട്ട് അവിടെ സംസാരിച്ചത് കാനഡയ്ക്ക് അടുത്തത് പഠിക്കാൻ പോകാൻ എന്താ മാർഗം. അതിനുവേണ്ടി വർഷങ്ങളൊന്നും ആയില്ല. ഈ ഒരു ഗ്യാപ്പ് നോക്കിക്കോണം. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, ഞാൻ 15 പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ കഷ്ടപ്പെട്ട സമയത്ത് എന്റെ തലമുറ വന്നപ്പോൾ ഹല്ലേലൂയ അപ്പനോട് ചോദിക്കാതെ പഠിക്കാൻ പോകാൻ സെലക്ട് ചെയ്തവിടാ. എന്തായി വ്യത്യാസം വന്നു? ഏതാണ്ട് എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസം കിട്ടി, എവിടെ അങ്ങനെ ജോലിക്ക് പോയിട്ടാണ്. ഒറ്റ യോഗ്യതയുള്ളൂ,
കൺട്രോൾ ചെയ്യിപ്പിച്ചു. ഹല്ലേലൂയ. 18 ഒരു 20 വയസ്സ് പ്രായമുള്ളപ്പോൾ ചെങ്ങന്നൂരിൽ IT പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു കോളിങ് വരുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇനി എനിക്ക് ജോലിയൊന്നുമല്ല വേണ്ട, എൻ്റെ കർത്താവിന്റെ വേല ചെയ്യണം, എൻ്റെ കർത്താവിനെ മതിയെന്ന്. അവർ ഒറ്റ ഡിസിഷനാണ്, അവർ ഒറ്റ ഡിസിഷനാണ്. ഹല്ലേലൂയ. ചരിത്രം എന്ത് ചെയ്തത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. നമ്മുടെ ഒറ്റ തീരുമാനം ഹല്ലേലൂയ നമ്മുടെ ചില മേലെഴുത്തുകൾ എന്ത് ചെയ്യും? ജീസസ്. പിന്നെ നമ്മെ നയിക്കുന്ന ദൈവം ഇല്ലേ? അതുകൊണ്ട് അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിന്റെ ചങ്കിനകത്ത് ദൈവം കയറി കഴിഞ്ഞപ്പോ ഈ പുള്ളി അപ്പനെയും പിടിച്ച് ഭാര്യയും പിടിച്ച് ഇറങ്ങി ഒറ്റ പോക്ക. പിന്നെ പുള്ളിക്ക് ഒന്നും വേണ്ട. പുള്ളിക്ക് മനസ്സിലായി മൊത്തം എന്റെ കയ്യിൽ. അതുകൊണ്ട് ഒന്നും ചോദിക്കുന്നില്ല. എന്റെ ദൈവമക്കളെ ചോദിച്ചാൽ കുറഞ്ഞു പോകും. ഇറങ്ങാൻ നേരത്ത് പിശാച് അവനോട് 4 ചോദ്യം ചോദിച്ചു. എന്താണെന്ന് അറിയാമോ? നീ ഈ പോക്ക് പോയാൽ നീ എവിടെ കിടക്കും? നീ എന്ത് കഴിക്കും? ഈ പെൺകൊച്ചിന്റെ കാര്യം എങ്ങനാ? ഈ അപ്പനെ നീ എവിടെ കൊണ്ടുപോയി? 100 ചോദ്യം ചോദിച്ചു. എവിടെ വല്ല ഉത്തരവുണ്ടോ? കുവൈറ്റിലോട്ട് പോകാനല്ലല്ലോ പറഞ്ഞേ, നീ നേരെ ഡൽഹിക്ക് പോകാനല്ലല്ലോ പറഞ്ഞേ, ന്യൂയോർക്കിലോട്ട് പോകാനാണോ പറഞ്ഞേ? ഹല്ലേലൂയ. ലണ്ടനിലോട്ട് വരാനാണോ പറഞ്ഞേ? ഹല്ലേലൂയ. UK ഒന്നും അല്ല പറഞ്ഞേ, കാണിപ്പാനിരിക്കുന്ന. പുള്ളി ഭൂപടത്തിലെ സകല ഭൂഖണ്ഡത്തിലും തപ്പി. പക്ഷെ ഇങ്ങനൊരു സ്ഥലം. ഹല്ലേലൂയ. പക്ഷേ ചങ്കിനകത്തൊരു സാധനം കയറിയിട്ടുണ്ട്. ഇവൻ ഇതിലെല്ലാം കൂടെ ഉത്തരം എഴുതിയത് പുള്ളിക്ക് ഒന്നും എഴുതാനില്ല. ബ്ലാങ്കാണ്, എല്ലാം ബ്ലാങ്ക് ആയിട്ട് കിടക്കുക. പക്ഷെ ഒറ്റ വരയിട്ടിട്ട് അപ്പുറത്തോട്ട് എഴുതി തേജോമയനായ. പിശാച് ചോദിച്ച എല്ലാ ചോദ്യത്തിനും മറുപടി ഇതായിരുന്നു, നീ എന്നാ കഴിക്കും? തേജോമയനായ ദൈവം. നീ എവിടെ പാർക്കും? തേജോമയനായ. നിന്റെ അപ്പന്റെ കാര്യം എങ്ങനാ? തേജോമയനായ ദൈവം. ഈ ഭാര്യയുടെ ഈ പെൺകൊച്ചിന്റെ കാര്യം തേജോമയനായ. ഞാൻ ചോദിക്കുന്നു, ആ ഭക്തന്, ആ ദൈവ മനുഷ്യന് ഹല്ലേലൂയ വല്ല കുഴപ്പമുണ്ടായോ? ഈ സാധനത്തിന്റെ പേരാണ് സ്തോത്രം. അല്ലൊക്കെ കണ്ടിട്ട് ഇത് പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒന്ന് ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോ, ശൂന്യമായി കിടക്കുമ്പോ ചങ്കിൽ കൈവച്ചിട്ട് എനിക്കൊരു ദൈവമുണ്ടെന്ന് തന്റെ ഇടത്തോടെ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് പറയാൻ കഴിയുന്ന ഹല്ലേലൂയ ലൈഫിന്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഈ തല ഇങ്ങോട്ട് ഇറങ്ങി വരണം. ലൈഫിന്റെ പേഴ്സണൽ, വ്യക്തിപരമായ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ, ചോദ്യങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി ഇടിച്ചിറങ്ങുന്ന ഒരു വിശ്വാസത്തിന്റെ ഫലം ചിലതിന്റെ ആകത്തോപ്പനാകട്ടെ. ഇതിന്റെ പവർ ചെറുതല്ല സിസ്റ്ററെ. വിശ്വാസത്തിന്റെ പവർ നീ ചിന്തിക്കുന്ന പോലെ അല്ല. അതിനപ്പുറത്ത് അത് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് ചലിക്കുമ്പോൾ നമുക്കറിയാം. അതിനപ്പുറത്ത് ഈ വിശ്വാസത്താൽ തമ്പുരാനുമായിട്ടൊരു കണക്റ്റഡ് ആകുക. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഹല്ലേലൂയ അങ്ങലെ പുള്ളി, ഇങ്ങലെ പുള്ളി, ഇവിടുത്തെ പുള്ളി, ഇവിടുത്തെ പുള്ളിയൊന്നും അല്ല. പിന്നെ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ തമ്പുരാൻ. ഹല്ലേലൂയ. പിന്നെ ഞാൻ ഒരിടത്തോട്ട് ചെല്ലുമ്പോ എന്റെ കൂടെ ആരാ വരുന്നേ? നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു. ഞാൻ പറയട്ടെ, പിതാവായ ദൈവം ഇസ്രായേലിന്റെ കൂടെ നിന്നൊരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ കൂടെ പിതാവായ ദൈവം നിന്നൊരു കാലഘട്ടമുണ്ട്. ഹല്ലേലൂയ. ചെങ്കടലിൽ വല്ല പ്രശ്നം ഉണ്ടായോ? മരുഭൂമി വല്ല ബുദ്ധിമുട്ടും ഉണ്ടായോ?
ഞാൻ ചോദിച്ചോട്ടെ, ദൈവം അവരെ നടത്തിയ കാലഘട്ടത്തിൽ എന്തിനേലും പ്രശ്നമുണ്ടായോ? ഒന്നുമില്ല. അപ്പൊ പിതാവായ ദൈവം നിന്നതുപോലെ കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. എന്തിനേലും കുഴപ്പമുണ്ടായിരുന്നു? കടലിളകിയാൽ തന്നെ, തീരെ ഇടിച്ചു കയറിയാൽ തന്നെ, 10,000 കൊണ്ട് ഭക്ഷണമില്ലല്ലോ, അമ്മായിയമ്മ ജ്വരം പിടിച്ച് മരിക്കാൻ കിടന്നാലെന്ന, ഹല്ലേലൂയ, കണ്ണ് കാണാത്ത കുരുടന്മാർ നിരന്നിരുന്നാലെന്ന, മരിച്ചു 4 ദിവസമായ ലാസർ അവിടെ കിടന്നാലെന്താ? ഹല്ലേലൂയ, കാര്യം എന്താ? ആരുണ്ട് കൂടെ? കർത്താവ് കൂടെ ഉണ്ട്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, ഹല്ലേലൂയ, പിതാവായ ദൈവം കൂടെ ഇരുന്നത് പോലെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നത് പോലെ, അതിനേക്കാൾ ഇച്ചിരൂടെ കാര്യമായി ഒരാളെ നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അയക്കുക. ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയി കഴിഞ്ഞ ഒരാളെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. അതാരാ? പരിശുദ്ധാത്മാവ്. വെറും 4 ഭിത്തിക്കകത്ത് വന്നൊന്ന് വ്യാപരിച്ചു പോകുന്ന ഒരു ശക്തി മാത്രമല്ല, അല്ലെങ്കിൽ ആരാധനയിൽ അത് വ്യാപരിക്കുന്ന ശക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവ് കരം ചലിപ്പിക്കാൻ കഴിയുന്ന, കാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്ന, കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന, നിന്റെ നിലവിളി കേൾക്കാൻ കഴിയുന്ന, നിന്റെ കൈക്ക് പിടിക്കാൻ കഴിയുന്ന, നിനക്ക് വഴികൾ തുറക്കാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണേ ദൈവമെന്ന വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാവ്. ഇതെന്റെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞാൽ മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇങ്ങനെയാണ് അബ്രഹാമിനെ നടത്തുന്നത്. പക്ഷെ നടത്തുന്ന സമയത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നീ വെറുതെ വരണ്ട, ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ നിനക്ക് ഞാൻ എന്ത് ചെയ്യും? മക്കളെ തരും. ആ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്തോ പറഞ്ഞുള്ളൂ? ഞാൻ നിനക്ക് മക്കളെ തരും, നീ ബഹുജാതികൾക്ക് പിതാവ്. ഇതാണ് പുള്ളി കൊടുത്തൊരു വലിയ പേര്, നീ ബഹുജാതികൾക്ക്. പക്ഷേ ഇറങ്ങി തിരിച്ച് നിങ്ങൾ നോക്കിക്കേ, ഹല്ലേലൂയ, 12-ാം അധ്യായത്തിലോട്ട് വരുന്നു, 13, 14 കയറി 15-ാം അധ്യായത്തിൽ വരുമ്പോ അബ്രഹാം ആരാന്നറിയാമോ? നാട്ടിലെ പ്രഭുവാ. അബ്രഹാമിന്റെ പ്രോപ്പർട്ടി ഒരു രാജ്യത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവന്റെ മൃഗസമ്പത്തിനെ കേരളം വഴി ഒന്ന് പോകട്ടെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറയും, ഞങ്ങൾ 1 മാസം നിനക്ക് വേണ്ടി ഒരു ക്രമീകരണം ഇവിടെ ചെയ്യട്ടെ, നിന്റെ ആടിനെയും മാടിനെയും നിന്റെ പ്രോപ്പർട്ടി ഒന്ന് വെക്കാനേ ഒരു ക്രമീകരണം ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് ഇതുവഴി എന്ത് ചെയ്യണം. അപ്പൊ ഒരു ദേശത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രോപ്പർട്ടി ആരുടെ കയ്യിലുണ്ടായിരുന്നു? ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യാനുള്ള ഹല്ലേലൂയ കപ്പാസിറ്റി ഈ മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ എന്നാ അനുഗ്രഹം! അത് വെച്ച് നോക്കിയാൽ നമ്മളിപ്പോഴും അത്താഴപ്പട്ടിണിക്കാരാ, ഇല്ലേ? അല്ലേ? അബ്രഹാമിനെ വെച്ചു ഇപ്പൊ ദൈവം കഞ്ചൂസ്റ്റാണ്, ഹല്ലേലൂയ, തരാതിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ മഹത്വം കേറിയാലുണ്ടല്ലോ, വിശ്വാസത്തിന്റെ മഹത്വം ഇറങ്ങിയാലുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിന്റെ മഹത്വത്തിൽ കണക്ഷൻ ഓക്കെ ആണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അവന് പരിമിതി കൂടാതെ എന്ത് ചെയ്യും? അവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുകയാണ്. അബ്രഹാം അവിടെ ഇരുന്നുകൊണ്ട് പറയുക, 15-ാം അധ്യായത്തിൽ പുള്ളി പറയുന്ന ഇതാണ്, ഹല്ലേലൂയ, ഇതെല്ലാം നീ നമ്മളാണ്. പക്ഷെ അവസാനം പുള്ളി ഒരു കാര്യം പറഞ്ഞു, അനുഭവിക്കാൻ ഒരെണ്ണത്തിന് സത്യത്തെ ഇറങ്ങിത്തിരിക്കും പുള്ളിക്ക് എന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങോട്ട് ചോദിച്ചോ? ഒന്നും വേണ്ടായിരുന്നു. പുള്ളിക്ക് ഒറ്റ കണക്ഷൻ മതിയായിരുന്നു. ഏതാ? ദൈവം എന്ന ഒറ്റ ബന്ധം മതിയായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ ബന്ധം, പക്ഷെ ഈ 15-ാം അധ്യായം 25 വർഷം പിന്നിട്ടപ്പം ഹല്ലേലൂയ, അവന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഞാൻ ചോദിക്കുന്നത്, ഇറങ്ങി തിരിക്കുമ്പോ ഇത്രയും ചങ്കൂറ്റമായിരുന്നില്ലേ ദൈവം എന്ന വിഷയത്തിൽ? അപ്പൊ ഈ പ്രോപ്പർട്ടി എല്ലാം കൂടെ കൂടി വന്നപ്പോഴും കുറച്ച് ആടിനെ കിട്ടി, കുറച്ച് മാടിനെ കിട്ടി, കുറച്ച് ഒട്ടകത്തെ കിട്ടി. ഇപ്പൊ മഹാധനികനായി, 318 അഭ്യാസികൾ. ഇപ്പൊ സത്യത്തെ വിശ്വാസം എവിടെ ചെല്ലേണ്ടതാ? മനസ്സിലായില്ല? ദൈവം എന്ന് പറഞ്ഞ
പണ്ടത്തെ 10 ഇരട്ടി എഫക്റ്റിൽ എന്ത് ചെയ്യേണ്ടതാ, നിൽക്കേണ്ടതാ. പക്ഷെ ഇപ്പൊ പുള്ളി പറയുന്നത് നീ എനിക്ക് ഒരെണ്ണത്തിനെ ഉടനെ ദൈവം എന്ത് ചെയ്യുന്നറിയോ? ഈ 15-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, വായിക്കണം. വീട്ടിൽ പോയി മനസ്സിരുത്തി 15-ാം അധ്യായം മൊത്തം വായിക്കണം. ഒന്നാമത്തെ അതിന്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നത്, അല്ലെങ്കിൽ അവനെ എന്നിട്ടും പിടിച്ചിട്ട് വെളിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, മക്കളെ 25 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണെങ്കിലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിരിപ്പുണ്ട്. അന്നേരം പറയുക, ഈ ആകാശത്തിലെ നക്ഷത്രത്തെ പോലെ ദൈവമക്കളെ നമ്മൾ മറന്നാലും ദൈവം എന്ത് ചെയ്തിട്ടില്ല. 25 വർഷം മുമ്പ് നിന്നോട് പറഞ്ഞ ദൂത്, അല്ലെങ്കിൽ നിന്റെ അമ്മ നിന്നെ ഉദരത്തിൽ ചുമന്നോണ്ട് നടക്കുമ്പോ നിന്റെ അമ്മയുടെ തലയെ കൈവച്ചിട്ട് തമ്പുരാൻ പറഞ്ഞ ദൂത് നീ കേട്ടില്ലല്ലോ. പക്ഷെ ദൈവം ഇപ്പോഴും അത് അവിടെ വെച്ചിട്ടുണ്ട്. അത് നടന്നിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ എല്ലാരും വിചാരിക്കില്ല ഇതാ ബ്ലെസ്സിംഗ് എന്നൊന്നും വിചാരിക്കരുത്. ഇതുകൊണ്ടൊക്കെ ഒന്നും ആയിട്ടില്ല. ഇതൊന്നുമല്ല വാഗ്ദത്തം. ഇതിനപ്പുറത്ത്, ഹല്ലേലൂയ, ഇതിനപ്പുറത്തൊരു ദൈവിക വാഗ്ദത്തം നിനക്ക് വേണ്ടി വ്യാപരിച്ചു വരുന്നുണ്ട്. ഇതിനപ്പുറത്തുണ്ട്. പക്ഷേ ഇതിന് ഇതങ്ങോട്ട് അതിന്റെ ക്ലൈമാക്സിൽ എത്തണമെങ്കിൽ ഇങ്ങനെ നിന്നാ പറ്റിയ. ഇപ്പൊ ഇറങ്ങിയതിനേക്കാളും വിശ്വാസം എന്ത് ചെയ്തു? ക്ഷീണിച്ചോന്നായിരിക്കും. ക്ഷീണിച്ചെന്ന് ഞാൻ തെളിയിച്ചിട്ട് ഞാൻ വിഷയത്തിലേക്ക് കയറി വരാം. ഈ 15-ാം അധ്യായത്തിൽ നടക്കുന്ന സംഭവം എന്താണെന്നറിയാമോ? ആരാധനയല്ല. 15-ാം അധ്യായത്തിൽ അബ്രഹാം ചെയ്യുന്നത് ആരാധനയല്ല, ഉടമ്പടിയാണ്. ഉടമ്പടി. പഴയ നിയമത്തിൽ 3 ഉടമ്പടിയാണ് ഉള്ളത്. 1 ചെരുപ്പുടമ്പടി, 2 ഉപ്പുടമ്പടി, 3 രക്തയുടമ്പടി. ഉപ്പുടമ്പടി എന്ന് പറയുന്ന ലവണ നിയമം. ഇത് ദാവീദും ദൈവവും കൂടെ ചെയ്തതാണ് ലവണ നിയമം. ഹല്ലേലൂയ. ഏദോമും ദൈവവും കൂടെ ചെയ്തതാണ് ചെരുപ്പുടമ്പടി. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഈ ദാവീദുമായിട്ട് ചെയ്ത ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് നിന്റെ തലമുറ ഈ രാജ്യസ്ഥാനത്ത് എന്ത് ചെയ്യും, ഇരിക്കുമെന്ന വിഷയത്തിൽ ദൈവം കൊടുത്ത ഉടമ്പടിയാണ്. സത്യം ചെയ്യും. നിന്റെ തലമുറ ഇനിയും ഈ സിംഹാസനം നിനക്കും നിന്റെ തലമുറയ്ക്കും ഉള്ളതാ. ഹല്ലേലൂയ. 2 ഏദോമിനോട് അത് ചെരുപ്പുകൾ, ഉടമ്പടി ചെയ്യുന്നവർ തമ്മിൽ ചെരുപ്പുകൾ എന്ത് ചെയ്യും, കൈമാറും. അതുകൊണ്ടാണ് ഏദോമിനെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ഏദോമിന്മേൽ ഞാൻ എന്റെ ചെരുപ്പ് എന്ത് ചെയ്യും, എറിഞ്ഞു കളയും. 3-ാമത്തെ ഉടമ്പടിയാണ് രക്ത ഉടമ്പടി. മൃഗങ്ങളെ കൊണ്ടുവന്ന് 2 ആക്കി 2 ഭാഗത്തേക്ക് വെച്ചിട്ട് അതിന്റെ നടുക്കൂടെ കൈ കൊടുത്ത് നടന്ന് ഇവർ 2 പേരൂടെ ചെയ്യുന്ന സത്യമാണ്. അപ്പൊ ഈ 15-ാം അധ്യായത്തിൽ എന്ത് ചെയ്യുക, ഉടമ്പടി ചെയ്യുക. എന്താ ഈ എഗ്രിമെന്റ്? എന്തുകൊണ്ടാ ഈ എഗ്രിമെന്റ് എന്തുകൊണ്ടാ ചെയ്യുന്നത്? എഗ്രിമെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വീട് മണന്നപ്പോ എന്തോ ചെയ്തു, എഗ്രിമെന്റ് ചെയ്തു. ആ പത്രത്തിനകത്ത് നല്ലപോലെ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് എല്ലാം എഴുതി. ഫിറ്റിങ്സിന്റെ കാര്യം വരെ എഴുതി, അതിന്റെ നമ്പറൊക്കെ എഴുതി. എന്തുകൊണ്ടാ? ഈ മനുഷ്യനെ വിശ്വാസം അല്ലാത്തതുകൊണ്ടാണ്. എഗ്രിമെന്റ് എഴുതുന്നത് വിശ്വാസമുള്ള ഒരാളെടുക്കുക എഗ്രിമെന്റിന്റെ ആവശ്യമുണ്ടോ? ഇത് മൊത്തം എഴുതി വെച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ, അപ്പം വിശ്വാസം പോയപ്പോൾ എന്നാ കയറി വന്നു, എഗ്രിമെന്റ് കയറി വന്നു. ഞാൻ പറയട്ടെ, ഈ അബ്രഹാം യാത്ര ചെയ്ത് വന്നപ്പം വിശ്വാസം എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ ചോദിച്ചോട്ടെ, നാട്ടിൽ കടന്നതിനേക്കാളും വിശ്വാസം UK വന്നപ്പോ എന്ത് ചെയ്യണമായിരുന്നു? സ്തോത്രം. കാരണം എത്ര പ്രതികൂലത്തെ തകർത്താ ഇവിടെ കൊണ്ടുവന്നു, എത്ര വെല്ലുവിളികളെ ഉടച്ചാ ഇവിടെ കൊണ്ടുവന്നു. ദൈവം ഡയറക്റ്റ് നിന്റെ ലൈഫിൽ ഇറങ്ങി വന്നില്ലേ? ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദൈവപ്രവൃത്തി നീ കണ്ടു. അല്ലെങ്കിൽ സാധനം കയറി വരണം. ഏതാ? വിശ്വാസം. നടന്ന അനുഭവങ്ങൾക്ക് തക്കവണ്ണം ഒരു ചങ്കുറപ്പ് നമ്മുടെ അകത്ത് വരട്ടെ. അത് വരുത്തിയെങ്കിലേ ദൈവത്തിന് അടുത്തത് തൊടാൻ ഒക്കത്തുള്ളൂ. ഗ്ലോറി ശമന ഹല്ലേലൂയ. നീ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലത്തൊക്കെ ദൈവം ഇറങ്ങി വന്നത് ഓർമ്മയുള്ളേ? അതെന്തിനാന്ന് ചോദിച്ചാൽ നിന്റെ വിശ്വാസത്തെ ഒന്ന് ശക്തിപ്പെടുത്താനാ, നിന്റെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്താനാ. അല്ലെങ്കിൽ ഇതിനകത്ത് ചില ശക്തമായ വിശ്വാസത്തിന്റെ വ്യക്തിത്വങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ എഴുന്നേറ്റ് വരട്ടെ. ഇതിനകത്ത് ദൈവം
ഞാന് പലപ്പോഴും കല്ലൊലി അവിടെ ഈ 15-ാം അധ്യായം തീരുമ്പം, സാക്ഷാൽ തീരുമ്പോ അവിടെ പറയുന്നത് വാഗ്ദത്തം നിനക്ക് ഞാൻ തരാം, പക്ഷെ അവര് 400 സംവത്സരം അടിമകളായി കടന്നു. വാഗ്ദത്തം ഞാൻ തരാം. ഹല്ലേലൂയ. ഈ 400 സംവത്സരം എന്ത് ചെയ്യണം? ഇത് ഈ ഉൽപ്പത്തി 12 തൊട്ട് നിങ്ങൾ പഠിച്ചോ, ഒരിടത്തും ഇതെന്ത് ചെയ്തില്ല. പക്ഷെ 15-ാം അധ്യായത്തിൽ ഈ എഗ്രിമെന്റ് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എന്താ പറഞ്ഞു? അപ്പൊ ഈ 400 സംവത്സരം അടിമത്വം എന്നത് വാഗ്ദത്തത്തിനകത്തുള്ള സാധനമല്ല. പറഞ്ഞ മനസ്സിലായോ? വിശ്വാസം ഉടഞ്ഞപ്പോ കേറി വന്ന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു സാധാ സംഭവമല്ല, അത് വലിയൊരു മർമ്മമാണ്. പിടിച്ചോണം, പിടിച്ചോണം. ഹല്ലേലൂയ. വിടരുത്. കാരണം അത് നിന്നെ നയിക്കുന്ന പവറാ. അത് നിന്നെ നിന്റെ മിനിസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഇന്ധനമാ. അത് നിന്റെ ലൈഫിനെ നിയന്ത്രിക്കുന്ന ഇന്ധനമാ. അത് നിന്റെ കുടുംബ ജീവിതത്തെ ഉയർത്തുന്ന ഇന്ധനമാ. അത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ ഉയർത്തുന്ന ഇന്ധനമാ. ഇന്ന് രാത്രി അതെല്ലാം ശക്തിപ്പെടണം. ഞാൻ അവിടെ തമ്പുരാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തമ്പുരാനെ, ഹല്ലേലൂയ, എത്രയോ പേർ ദോഷം ചെയ്തിരുന്നല്ലേ? ഒരു മനുഷ്യനാണ് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, നിമിഷ സമയം കൊണ്ട് ഉണ്ടാക്കി, ജനത്തിന്റെ നടുക്ക് കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, മിസ്രൈമിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത് ഈ പുള്ളി. അവനെ വല്ലതും ചെയ്തോ? അവനൊന്നും ചെയ്തില്ല. അവന് മാനസാന്തരപ്പെടാൻ ഒരു അവസരം എന്ത് ചെയ്തു? കൊടുത്തു. അബ്രഹാമിനെ സ്പോട്ടിൽ എന്ത് ചെയ്തു? ഒരു ചെറിയ ശിക്ഷ കയറ്റിവിട്ടു. എന്തുകൊണ്ടാണെന്ന് ഞാൻ അവിടെ നിന്നോട് തമ്പുരാനെ അത് വെച്ച് നോക്കിയാൽ ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. 25 വർഷം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അതും നീ പറഞ്ഞതാ, ഒന്നിനെ തന്നില്ലല്ലോ എന്നൊന്ന്. അതിനത് വലിയ കാര്യമല്ല ഉണ്ട്. പക്ഷേ തമ്പുരാൻ പറയുന്ന ഇതാ എന്നോട് പറഞ്ഞത്. നിനക്കറിയാമോ, ഞാൻ അവന്റെ ലൈഫിൽ ഇറങ്ങിപ്പോയതുപോലെ ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല. ഞാൻ എത്ര പ്രാവശ്യം അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് അറിയാമോ? അവന്റെ കൂടെ ഞാൻ എത്ര പ്രാവശ്യം നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? കഴിഞ്ഞ 25 വർഷവും അവനെ ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ ഞാൻ എന്ത് ചെയ്തത്? അവൻ എനിക്ക് ഏറ്റവും അടുത്തവനാ. പലർക്കും ചെയ്യാത്തത് ഞാൻ അവന് ചെയ്തിട്ടുണ്ട്. പലരോടും ഡീൽ ചെയ്യാത്തതുപോലെ ഞാൻ അവനോട് ഡീൽ ചെയ്തിട്ടുണ്ട്. നമ്മളും ചിലപ്പോ പറയില്ലയോ, ഏറ്റവും അടുത്തറിഞ്ഞവർ അവിശ്വസിക്കുന്നത് സഹിക്കാൻ നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ല. നീ അത് പറയാ, നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ചിലര് പറഞ്ഞ് ഒരു നിസ്സാര കാര്യം നമുക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലേ? ചിലര് നമ്മളെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലേശിയതായിട്ട് പോലും. എന്നാൽ ചിലര് പറഞ്ഞ കൊച്ചു കാര്യം നമുക്കിന്നും വേദനയായിട്ടിരിക്കില്ലേ? കാര്യം എന്നാ? അടുത്തറിഞ്ഞവനാ. ചിലതിനോടെങ്കിലും ഇന്ന് രാത്രി ആത്മാവ് പറയുന്നുണ്ട്, നീ എന്നെ അടുത്തറിഞ്ഞതാ. നീ ഇങ്ങനെ പോയാ പോരാ, എനിക്ക് നിന്നിൽ നിന്നൊരു പ്രതീക്ഷയുണ്ട്. നിന്നെ ചില തലത്തിൽ വിശ്വാസത്തിൽ ഉയർത്തിയെടുത്ത് എനിക്ക് നിന്നെ മാനിക്കാനുണ്ട്. നീ മറ്റൊരാളെ പോലെ ആയിരിക്കരുത്. നീ അടുത്തിരിക്കുന്ന ആളെ പോലെ ആകരുത്. നീ ചിലരെ പോലെ ആകരുത്. നീ കുറച്ചുകൂടെ വിശ്വാസത്തിന്റെ തീ പിടിച്ച് എന്റെ അടുത്തോട്ടൊന്ന് അടുത്തു വരണം. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. എനിക്ക് നിന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. ഇന്ന് രാത്രി അതിന് തക്കവണ്ണം ഉയർന്നു വരാൻ, നിന്റെ വിശ്വാസം പണിയപ്പെടാൻ, നിന്റെ വിശ്വാസം ഒന്ന് ഉയർത്തപ്പെടാൻ, നിന്റെ വിശ്വാസം ഒന്ന് ഉയർന്നു വരാൻ.
ഞാൻ രണ്ട് സാധനം കൂടെ കാണിച്ചിട്ട് ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ സമയം പറഞ്ഞിരിക്കാം. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന മനുഷ്യനാണ് 22 എന്ന് പറയുന്ന ഒരു അധ്യായം ആര് കൊടുത്ത്? തമ്പുരാൻ കൊടുത്തു. 22-ാം അധ്യായം നിങ്ങൾക്ക് അറിയാമോ? വേദനയുടെ അധ്യായമാണ്. വേദനയുടെ അധ്യായമാണ്. എന്റെ ഒരു കുഴപ്പമില്ലാതിരിക്കുക. വീട്ടിൽ ഭേദപ്പെട്ട സിറ്റുവേഷൻ ഉണ്ട്, ഒരു കുഞ്ഞു കൂടെ ഉണ്ട്. എങ്ങനെയും ഇങ്ങനെ അങ്ങ് പോയാ മതി. പ്രാർത്ഥിക്കുന്ന അതാ, തമ്പുരാൻ ഇങ്ങനെ അങ്ങ്. അപ്പോഴാണ് രാത്രി വന്നിട്ട് പറയുക, നീ സ്നേഹിക്കുന്ന നിന്റെ ഈ പൈതലിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാൻ? പിശാചല്ല കേട്ടോ, പിശാചല്ല. ആ വേദന അവിടെ കൊണ്ടിട്ടത് പിശാചല്ല കേട്ടോ, വേദന കൊണ്ടിട്ടത് ദൈവമാണ്. എന്തിനാന്നറിയാമോ? ദൈവത്തിന് വേണ്ടത് ആരെയാ? വിശ്വാസത്തിൽ സമ്പന്നനായ, ഊരി നിറങ്ങി തിരിച്ചൊരു ശക്തനുണ്ടല്ലോ, അവനെ ദൈവത്തിന് വേണം. അവന്റെ മേല ബഹുജാതികൾക്ക് പിതാവെന്ന ഹല്ലേലൂയ പ്രൈസ് വാഴ്ത്തത്വം ഇറങ്ങി വരുന്നത് അവന്റെ മേല, ധനികനായ അബ്രഹാമിന്റെ മേലല്ല. ഹല്ലേലൂയ. വിശ്വാസത്തിൽ സമ്പന്നനായ അബ്രഹാമിന്റെ മേല ദൈവിക വാഴ്ത്തത്വം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 22 എന്ന് പറയുന്ന ഒരു വേദനയുടെ അധ്യായം കൊടുക്കുക. അല്ലെങ്കിൽ അവൻ രാത്രി ചാടി എഴുന്നേറ്റിട്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട് മുട്ടയിൽ ഇരുന്നൊന്നും കണ്ടു. എന്താണെന്നറിയാമോ? ഊരി നിറങ്ങി തിരിച്ചപ്പോ മുതൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അവൻ കണ്ടു. അവൻ അതിന്റെ പരമ്പര കണ്ടിട്ട് അവൻ മനസ്സിൽ പറഞ്ഞു, എനിക്കൊരു ദൈവമുണ്ട്. ഈ നിൽക്കുന്ന മോനേക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ പ്രോപ്പർട്ടിയേക്കാൾ, ഇന്നത്തെ എന്റെ സകലതിനേക്കാളും വലുതായി എനിക്കൊരു ദൈവമുണ്ട്. അല്ലെങ്കിൽ അവൻ സാധാരണക്കാരനല്ല. അവൻ എന്റെ ചായ മാറ്റിയവനാ, അവൻ എന്റെ സിറ്റുവേഷൻ മാറ്റിയവനാ. എനിക്കൊരു ദൈവമുണ്ട്. കൈക്ക് പിടിച്ചോണ്ട് ഇറങ്ങി, കുഞ്ഞിന്റെ കൈക്ക് പിടിച്ചോണ്ട് ഇറങ്ങി. അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോ നോക്കിക്കേ, പോക്ക് കണ്ടോ? ഹൃദയത്തിനകത്ത് എന്തുവാ? വേദന. കയ്യോ ചെറുക്കനെ വിളിച്ചോണ്ടാ പോകുന്നേ. ഹല്ലേലൂയ പ്രൈസ് അല്ലാഹ്. അപ്പൊ അവനോട് പറയാനൊരു കാര്യമുണ്ട്, മക്കളെ, നിന്നെ വെറുതെ അല്ല വേദനിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഈ വേദന നശിപ്പിക്കാനല്ല, ഈ വേദന സങ്കടപ്പെടുത്താനല്ല, ഈ വേദന നിന്നെ താഴ്ത്താനല്ല, ഈ വേദന നിന്നെ ഉയർത്താനുള്ള സാധനമാണ്. ഈ വേദന നിന്റെ മേൽ വാഴ്ത്തത്വം ഇറങ്ങാനുള്ളതാ. അവൻ വേദനപ്പെടുമ്പോൾ അവന്റെ അകത്ത് വിശ്വാസം കയറി വരാൻ തുടങ്ങി, അവന്റെ അകത്ത് വിശ്വാസം ഉയരാൻ തുടങ്ങി. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, വന്ന വഴി നടന്നു വന്ന് മോറിയ ദേശത്തെ മലയുടെ കയറ്റം എത്തിക്കൊണ്ടിരിക്കുക, കേറിക്കൊണ്ടിരിക്കുക. ഒരു സ്പീഡ് കുറവില്ല കേട്ടോ. കേറി വന്നപ്പോ ബാലിക്കാരോട് നിങ്ങൾ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാനും മകനും അവിടത്തോളം പോയി ആരാധന കഴിച്ചിട്ട് എന്ത് ചെയ്യാം? ഹല്ലേലൂയ. കേറി പോകുന്ന കൂട്ടത്തിൽ കുഞ്ഞിനോട് പറഞ്ഞു, മക്കളെ, ഇവനൊരു 2-3 അധ്യായത്തിന്, ഒരു 6-7 അധ്യായത്തിന് മുമ്പ് ഇവൻ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇത് ഞാൻ എന്തോന്നിനാൽ അറിയുമെന്ന് അന്ന് പുള്ളി പറഞ്ഞത്. എന്നാൽ ഇന്നൊന്ന് ചോദിക്കുവൻ എന്നാ പറയുന്നറിയാം. അപ്പൊ കുഞ്ഞ് കയറി ചോദിച്ചു, എന്റെ അപ്പ, വിറകൊണ്ട് കത്തിയുണ്ട്, യാഗത്തിനുള്ള ആട്ടിൻകുട്ടി അല്ല മൃഗം ഇവിടെ? ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ പറഞ്ഞത് എന്തുവാ? പണ്ട് 15 പറഞ്ഞത് ഇത് ഞാൻ എന്തോന്നിനാ? ഇപ്പൊ എന്നാ പറഞ്ഞേ? വേടി പൊട്ടുന്ന പോലെ മോനോട് പറഞ്ഞു, മക്കളെ, ദൈവം യഹോവ കരുതിക്കൊള്ളും. എവിടുന്ന് വന്നു? ആ പഴയ സാധനം കയറി വരിക. ആ സാധനത്തിന്റെ പേരാ വിശ്വാസം. ഇന്ന് രാത്രി അതാ ചിലരുടെ മേൽ ഇറങ്ങി വരേണ്ടത്. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിന്റെ തലം ഇതിനകത്ത് കൂടെ നടക്കുന്നത് ഈ സാധനം കൊണ്ടാ. ദൈവത്തിന്റെ കൂടെ UK നടക്കാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്ന ആ വിശ്വാസത്തിന്റെ ഒരു പുതിയ മേഖല. ഈ വിശ്വാസത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക, വിശ്വാസത്തെ മാത്രം. ഹല്ലേലൂയ. മോറിയ മലയുടെ മണ്ടയ്ക്ക് വന്നു. ചുറ്റും നോക്കി, ഒന്നും കണ്ടില്ല, ഒന്നുമില്ല.
ഒന്നുമില്ല. യാഗപീഠം പടുന്നു നോക്കി, ഒന്നുമില്ല. വിറകടുക്കി നോക്കി, ഒന്നുമില്ല. ഓ, ഇത്രയായിട്ട് ഒന്നിനെ കാണില്ല. തമ്പുരാനോട്ട് ഒരു അക്ഷരമൊട്ട് മിണ്ടൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്തോത്തേല നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവന്റെ അകത്തെ വിശ്വാസം. അപ്പൊ വിശ്വാസം അങ്ങ് ക്ലൈമാക്സിലെത്തി. അതുകൊണ്ടാണ് പിടിച്ചേർക്കിന്റെ കൈ കയറ്റി കിടത്തിയത്. പക്ഷെ കത്തി കല്ലെടുത്തപ്പം അബ്രഹാമേ, അബ്രഹാമേ, മതി, എനിക്ക് ഇത്രയും മതി, എനിക്ക് ഈ ആളിനെ എനിക്ക് വേണ്ടത്. തിരിഞ്ഞു നോക്കിയപ്പം കൊമ്പ് കാട്ടിൽ കുരുങ്ങി. കണ്ടോ? ഇതുവരെ കാണാത്തത് അവന്റെ ലൈഫിൽ വെളിപ്പെട്ടു. എന്തിനാണെന്നറിയാമോ? ആ വിശ്വാസം. നിങ്ങൾ ഇനി അവന്റെ ലൈഫ് യാഗമർപ്പിച്ച് തിരിച്ചറങ്ങി വരുമ്പം പഴയ പുള്ളിയല്ല കേട്ടോ, പഴയ ആളല്ല. തിരിച്ചറങ്ങി വരുന്നവനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ 24-ാം അധ്യായത്തിൽ ഈ പുള്ളി നിൽപ്പുണ്ട്. അവൻ നിൽക്കുമ്പോഴുണ്ടല്ലോ, തൊട്ടടുത്ത് വിവാഹപ്രായമായ തന്റെ മകൻ നിൽപ്പുണ്ട്. ഇവനൊരു ഭാര്യയെ വേണം. ഹല്ലേലൂയ. നാട് വിട്ടിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് ഈ ഹല്ലേലൂയ ഈ മനുഷ്യൻ പറയാ, നീ എലയാസനെ വിളിച്ച് സംസാരിച്ചിട്ട് പറയാ, നീ പോകണം. ഇവന് പറ്റിയ ഒരു പെങ്കൊച്ചിനെ അവിടുന്ന് എന്ത് ചെയ്യണം? എന്റെ കുഞ്ഞിനെ അങ്ങോട്ട്. എലയാസൻ അറിയുന്നത് നടക്കുന്ന കാര്യമല്ല. ഈ ചെറുക്കനെ കൊണ്ടുപോകാതെ ഒരു പെങ്കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ നടക്കുന്ന കാര്യമല്ല. എലയാസർ ചോദിച്ചു, ബാല വന്നില്ലെങ്കിലോ? അപ്പോഴാണ് അവന്റെ ഹൃദയം തുറന്നിട്ട് പറഞ്ഞു, എന്റെ എലയാസറെ, എന്റെ വൃത്തിനെ, നിന്നെ ഞാൻ ഇപ്പൊ വിടുന്നേ ഉള്ളൂ. ഞാൻ ഇന്നലെ രാത്രി ഒരാളെ വിട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? എനിക്കൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ദൂതനെ ഇന്നലെ ഞാൻ വിട്ടിട്ടുണ്ടെന്ന്. അബ്രഹാമിന് ദൈവത്തിന്റെ ദൂതനെ വിടാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ തല അവന്റെ അകത്ത് എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ തലത്തിൽ ചിലതിനെ കാണാൻ നിങ്ങളുടെ മനസ്സിൽ കഴിയുമോ? യുകയിൽ എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ദൈവസഭയ്ക്കകത്ത് ഒരു ദൂതൻ ഇറങ്ങും എന്നെന്റെ വിശ്വാസത്തിന്റെ തല ഉയർത്തിയെടുക്കാൻ കഴിയുമോ? നമ്മൾ ഉയർന്നാൽ ഇന്ന് രാത്രി ദൂതിന്റെ മുമ്പിൽ നിന്റെ വിശ്വാസത്തിന്റെ തലം ഉയർന്നാൽ ഇന്ന് രാത്രി വെളിപ്പെടുന്നത് വെറും ഒരു ദൂതല്ല. നിന്റെ ദൂത് നിവർത്തിക്കാൻ ഈ ദേശത്തൊരു ദൂതൻ ഇറങ്ങുന്നത്, നിന്റെ മിനിസ്ട്രിയിൽ ഒരു ദൂതൻ ഇറങ്ങുന്നത്, നിന്റെ ശുശ്രൂഷയിൽ ചില ദൂതന്മാർ ചലിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഒരുവൻ കാരാഗ്രഹത്തിൽ കിടന്നുറങ്ങുക. നാളെ വെട്ടേണ്ടതാ. പക്ഷെ അന്ന് രാത്രി അവന് ദൂതൻ ഇറങ്ങി വന്നത്. അന്ന് രാത്രി കാരാഗ്രഹത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വരിക. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ഇന്ന് രാത്രി ഒരു ദൈവപ്രവൃത്തി ഇതിനകത്ത് നടക്കട്ടെ. ഇന്ന് രാത്രി ഇതിനകത്തൊരു ദൈവപ്രവൃത്തി നടക്കട്ടെ. ശടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ ചിലതിന്റെ അകത്ത് ആ വിശ്വാസത്തിന്റെ തലമങ്ങ് ഉയർന്നു വരട്ടെ. നിരാശയുടെ മൂടുപടങ്ങൾ പൊട്ടിപ്പോകട്ടെ. ഭയത്തിന്റെ വ്യാപാരങ്ങൾ പൊട്ടിപ്പോകട്ടെ. ഭാരപ്പെടുത്തുന്ന മേഖലകൾ ഉടഞ്ഞു പോകട്ടെ. ഇന്ന് രാത്രി ഒരു വിശ്വാസത്തിന്റെ വലിയ കൊടുമുടി അബ്രഹാം കയറിയതുപോലെ ചില വിശ്വാസത്തിന്റെ കൊടിമുടി കയറുന്ന ഒരു രാത്രിയായി ക്ഷീണങ്ങൾ പൊട്ടട്ടെ. അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അടുത്ത ലെവൽ നിന്റെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. അവനോട് ചേർന്ന് നിൽക്കാൻ കഴിയേണ്ടതിന് ക്ഷീണിച്ചു പോയില്ലയോ? ഇന്ന് രാത്രി ക്ഷീണമൊക്കെ അഴിയട്ടെ. ആ തളർച്ചയൊക്കെ അഴിയട്ടെ. ആ ഭാരമൊക്കെ ഒന്ന് മാറിപ്പോകട്ടെ. ഒരു ദൈവ പ്രവൃത്തി ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഇന്ന് രാത്രി ചിലർ പ്രാർത്ഥിന് അബ്രഹാമിനെ പോലെ ഹല്ലേലൂയ ദൂതല്ല, ഇനിയൊരു ദൂതല്ല, ഇനിയും ഹല്ലേലൂയ ദൂത് കേട്ട് മടുത്ത അബ്രഹാം പറയുക, ഇനി ദൂതല്ല, എന്റെ ദൂത് നിവർത്തിക്കാൻ എനിക്ക് മുമ്പിൽ ഒരു ദൂതൻ പോകട്ടെ. ഇന്ന് രാത്രി ചിലർക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി വരട്ടെ. ചിലരുടെ മിനിസ്ട്രിയിൽ ദൂതൻ ഇറങ്ങട്ടെ.
ചിലരുടെ വിശ്വാസത്തെ തുടങ്ങിയ രാത്രിയാകട്ടെ, ചിലരുടെ വിശ്വാസത്തെ ടച്ച് ചെയ്യുന്ന രാത്രിയാകട്ടെ, ചിലരുടെ വിശ്വാസത്തെ ഉണർത്തുന്ന രാത്രിയാകട്ടെ. ായിട്ടില്ല. 22 മുതൽ അബ്രഹാമിന്റെ രണ്ടാം ഘട്ടം തുറന്നതുപോലെ ഒന്നാം ഘട്ടത്തിൽ അവൻ ചില ഭൗതികതയുടെ വിടുതൽ കണ്ടെങ്കിൽ, ഒന്നാം ഘട്ടത്തിൽ ചില നന്മകളുടെ വിടുതൽ കണ്ടെങ്കിൽ, അല്ലെങ്കിൽ 22ാം അതേ വാക്യം അതേ അധ്യായത്തിൽ അല്ലെങ്കിൽ അവന്റെ രണ്ടാം ഘട്ടം ഓപ്പൺ ആയതുപോലെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതിന്റെ അഭിഷക്തന്മാരോടായി പരിശുദ്ധന്മാർ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ തുറന്ന ഒന്നാം ഘട്ടമല്ല, വാഗ്ദത്തത്തിന്റെ രണ്ടാം ഘട്ടം ഓപ്പണാകാനുള്ള സമയം, രണ്ടാം ഘട്ടം ഇവിടെ ഓപ്പണായി വരികയാണ്. ചിലർക്കൊക്കെ രണ്ടാം ഘട്ടം ഓപ്പണാകാനുള്ള സമയമായിട്ടുണ്ട്. സടവുമെഴുന്നേറ്റ് സടവുമെഴുന്നേറ്റ് അമ്മാവിന്റെ നീയോടെ ദൈവത്തിനായി നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അഭിഷക്തന്മാർ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ തോത് ടച്ച് ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ ഏൽപ്പിക്കുന്നു. ഒതുക്കി നിർത്താനുള്ള ശത്രു പദ്ധതി ഒരുക്കിയെങ്കിലും ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം കൂടുതലാകട്ടെ. രണ്ടാം ഘട്ടം ഓപ്പൺ ആകേണ്ട ചിലർക്ക് ഇതിനകത്തുണ്ടല്ലോ കർത്താവേ. ആ രണ്ടാം ഘട്ടം ഈ ദിവസങ്ങളിൽ ഓപ്പണായി വരട്ടെ. ദൈവപ്രവൃത്തിക്ക് വേണ്ടി ജനത്തെ ഒരുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചനത്തിന്റെ വിടുതൽ ഈ ജനത്തിന്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. ആമേൻ.